വയനാട് വൈത്തിരിക്കടുത്ത് ചേലോട് KSRTC സൂപ്പർ എക്സ്പ്രസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. KSRTC ബസിന്റെ ഒരു ഭാഗം തകർന്നുപോയി. പരിക്കേറ്റവരെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായ കാര്യം. കമൽ വിവരങ്ങളുമായിട്ട്. കമൽ, ഇത് എങ്ങനെ ബസ് വല്ലാതെ തകർന്നു പോയല്ലോ. ആളുകൾ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇത് എങ്ങനെ സംഭവിച്ചു? ദിവീഷ്, ഈ അപകടത്തെക്കുറിച്ച് വ്യക്തമായ എങ്ങനെയാണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. കൽപ്പറ്റയ്ക്കും വൈത്തിരിക്കും ഇടയ്ക്ക് ചുണ്ടേലിനടുത്ത് ചേലോട് വെച്ചാണ് ഈ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചത്. ബംഗളൂരു കോഴിക്കോട് റൂട്ടിലോടുന്ന KSRTCയുടെ സൂപ്പർ എക്സ്പ്രസ് ബസ്സും അതുപോലെ സുൽത്താൻ ബത്തേരി കോഴിക്കോട് റൂട്ടിലോടുന്ന സന എന്ന സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. എന്തായാലും ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല, സാരമായ പരിക്കില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആശ്വാസകരമായ ഒരു വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ആരുടെ ഭാഗത്താണ് പിഴവ് ഉണ്ടായതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ദിവീഷ്, ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. കമൽ തന്നെ വിവരങ്ങൾ നൽകേണ്ട മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുന്നിലുണ്ട്. വയനാട് ചുണ്ടേലിൽ ഓട്ടോറിക്ഷയും ജീപ്പും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ചുണ്ടേൽ കാപ്പാങ്കുന്ന് സ്വദേശി കുന്നത്ത് പിടിയേക്കൽ നവാസാണ് മരിച്ചത്. നവാസ് രാവിലെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. കമൽ, ഈ അപകടം എങ്ങനെയായിരുന്നു? ഇത് ദേശീയപാതയല്ല ദിവീഷ്, ഇതൊരു പോക്കറ്റ് റോഡാണ്. പോക്കറ്റ് റോഡ് എന്ന് പറയാൻ കഴിയില്ല. ചുണ്ടേലിൽ നിന്ന് പൊഴുതനയിലേക്ക് പോകുന്ന, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പോകുന്ന ഒരു റോഡാണ്. താരതമ്യേന തിരക്ക് കുറഞ്ഞ റോഡാണ്. വാഹനങ്ങൾ കൂടിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു റോഡല്ല. പക്ഷേ വളവുകളും തിരിവുകളും ഉണ്ട്. അവിടെ വെച്ചാണ് രാവിലെ ഓട്ടോറിക്ഷയും താർ ജീപ്പും കൂട്ടിയിടിച്ചത്. നല്ല ഇടിയായിരുന്നു. കാരണം ആ വാഹനങ്ങളുടെ ദൃശ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ജീപ്പിന്റെ മുൻവശം തകർന്നിരിക്കുന്നു. ഓട്ടോ ഡ്രൈവറായ നവാസാണ് മരണമടഞ്ഞത്. ചുണ്ടേൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം രാവിലെ ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടത്തിനും മറ്റ് സാക്ഷികളൊന്നുമില്ല. കാരണം അധികം വീടുകളോ ഒന്നുമില്ലാത്തൊരു മേഖലയാണ്, തേയിലത്തോട്ടങ്ങളുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ ശക്തമായ ഇടിയാണ് ഉണ്ടായത്. അത് ആ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം.